ഗായ്സ്, അപ്പോൾ ഇന്നിതാ നമ്മൾ രാത്രി എന്താ കഴിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ബാത്കാക്ക് പറഞ്ഞ് ബ്രെഡ് പോക്കറ്റ് മതി അല്ല എന്തിനും ബ്രെഡ് ഓംലേറ്റ് മതി എന്ന് പറഞ്ഞേ. എന്താ പറയുക, ബ്രെഡും മുട്ടയും കൂടി വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. വെച്ചായിട്ടാണ് പോകുന്നത്. നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാനും ഉപ്പച്ചിയും കൂടി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാൻ കേട്ടോ. പെട്ടെന്ന് അതാ ഉപ്പച്ചിക്ക് ഒരു ഫോൺ വന്നതോടെ നമ്മൾ പ്ലാനൊക്കെ മാറി നമ്മൾ നേരെ ഹാർബറിലേക്ക് പോവാൻ കേട്ടോ. ഹാർബറിലാട്ടോ എൻ്റെ ഉപ്പച്ചിൻ്റെ പണി. അവിടെ എന്തോ ഒരു ആവശ്യത്തിന് കോൾ വന്നതാ. അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോവാൻ കേട്ടോ. ഗൈസ്, രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഈ വണ്ടിമേലൊക്കെ പോകുമ്പോൾ. രാത്രി ഇങ്ങനെ സ്കൂട്ടി പോകുമ്പോൾ ഭയങ്കര വൈബാട്ടോ. അതും നമ്മൾ ഉപ്പച്ചിമാരെ കൂടെ ആണെങ്കിലോ അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ പോവാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഏകദേശം ഹാർബർ എത്താനായിട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഹാർബറിലേക്ക് ഇറങ്ങിട്ടോ. ആരാ അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങണേ? ഇവർക്കൊന്നും വണ്ടിനെ പേടില്ലേ? അവരിവിടുത്തെ സ്ഥിര ആൾക്കാരെന്നാണ് അപ്പച്ചി പറഞ്ഞത്. ഈ കണ്ട ഹൈറ്റുള്ള സംഭവം കണ്ടോ? ഇതാട്ടോ ബോട്ടിലേക്ക് ഐസ് പൊടിക്കുന്ന സംഭവം. ഇതിൻ്റെ ജോലി ആട്ടോ എൻ്റെ അപ്പച്ചിക്ക്. കുറച്ച് റിസ്ക്കാ. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ആൾക്കാർക്കൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നാൽ അടുത്തൊക്കെ നിന്നിട്ട് ബോട്ടൊക്കെ കാണാൻ കഴിയും. ഇവിടെ നിന്നപ്പോഴാട്ടോ നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ട്. വേറെ ആരല്ല കേട്ടോ, അപ്പച്ചിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമ്മളെ സബ്സ്ക്രൈബറാണിത്. ഇത് ശരിക്കും ബോട്ടിലേക്ക് ഐസ് കയറ്റുന്ന സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും ആ ബോട്ടിൻ്റെ അടുത്തേക്ക് ഈ മെഷീനൊക്കെ കൊണ്ടുപോയിട്ടാട്ടോ ചെയ്യൽ. മെഷീൻ കൊണ്ടുപോകാൻ ട്രെയിനോ ക്രെയിനോ ഒന്നും വേണ്ട, ആൾക്കാർ തന്നെ മതി, നല്ല ശക്തിയുള്ള ആൾക്കാർ. ഇങ്ങനത്തെ വണ്ടിയിലാട്ടോ ഐസ് വരാം. ഓരോ ബോട്ടിനും ഓരോരോ പേരുണ്ട്. എൻ്റെ ഒരു പേരും ഉണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങളതല്ലാന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനോ ഒന്നും വേണ്ട, ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ മതി. കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ, പക്ഷെ പൊരി വെയിലത്ത് ഇത് കാണുമ്പോൾ അത്രക്ക് വലിയ രസമൊന്നുമില്ല കേട്ടോ. സംഭവം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോഴൊക്കെ അപ്പച്ചനെ കാണുമ്പോൾ പാവം തോന്നാം ശരിക്ക്. എല്ലാ ജോലിക്കും അതിൻ്റെതായൊരു റിസ്ക് ഉണ്ട് കേട്ടോ. എല്ലാ അപ്പച്ചന്മാരും ഇങ്ങനെ തന്നെ അല്ല അധ്വാനിക്കുന്നത്. കുടിഞ്ഞ ഐസ് പീസാണ് കേസത്. എന്തായാലും ബാതുക്കാക്ക ഹാർബറിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഹാർബറിൽ ഇറങ്ങണം കേട്ടോ. കുറേ ബോട്ടും കുറേ ഐസ് മെഷീനൊക്കെ കണ്ടു. നമുക്ക് സാധനം വാങ്ങാൻ പോവാം. അപ്പം നമ്മൾ റിട്ടേൺ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാട്ടോ. ഗൈസ്, ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഉമ്മച്ചി എന്താണിത് പറയാത്തത്? ഉള്ളി വാങ്ങാൻ മറന്നുപോയി. ഉള്ളി ഉണ്ടോ? ഉണ്ട് ഗൈസ്, നമ്മൾ തോറ്റിട്ടില്ല, വിജയിച്ചിരിക്കുന്നു. ഗൈസ്, ഉമ്മച്ചി അവിടെ ഉള്ളി അരിയണതിന് സമയം കൊണ്ട് നമുക്ക് ഇവിടെ റെസിഡൻസിനൊരു പരിപാടി ഉണ്ട്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും പാടെ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് കളിച്ച് നോക്കാം. ഇതിൽ പാട്ട് കേൾക്കില്ല, കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ മൈക്കൂരൊക്കെയാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. പഴയ ഒരു മിക്സഡ് സോങ് ആട്ടോ ഞാൻ കളിക്കുന്നത്. മനസ്സിലായൊരു കമൻ്റ് ആക്കി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാട്ടോ കളിക്കണേ. എങ്ങനെ കളിച്ചാലും ഇടയ്ക്കിടയ്ക്കൊക്കെ തെറ്റി പോകുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കളിക്കുന്നുണ്ട്, പക്ഷെ എടുക്കാണ് മിസ്റ്റേക്ക് വരുന്നത്. അങ്ങനെ അത് ഞാൻ പഠിക്കാത്തതുകൊണ്ടായിരിക്കും അല്ലേ. ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിച്ചൺ വരെ ഒന്ന് പോയേക്കാം കേട്ടോ. ഉമ്മച്ചി ഇവിടെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.